സാധാരണക്കാരനൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ വേദന മാറിയിട്ട് അയാളെ വർക്കിലോട്ട് തിരിച്ചു പോയാൽ മതി. പക്ഷേ സ്പോർട്സിൽ അങ്ങനെയല്ല. അയാൾക്ക് ആ ഇഞ്ചുറി വന്ന് തിരിച്ച് കളിയിലോട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റി അല്ല. അനിയന്ത്രിതമായ വ്യായാമം എന്തിനും ഒരു പരിധി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആവശ്യത്തിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിധി നിർണ്ണയിക്കുക? വ്യായാമത്തിൽ നിർദ്ദേശിക്കാനുള്ള എന്താ? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്പോർട്സ് മെഡിസിനാണ്. സ്പോർട്സ് മെഡിസിനുമായി ബന്ധപ്പെട്ട് ആനുകാലിക സംഭവവികാസങ്ങളും ആ മേഖലയിലെ മാറ്റങ്ങളും പൊതുജനങ്ങളുമായി എത്രത്തോളം ആ മേഖല ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് നാം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ സ്പോർട്സ് മെഡിസിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ അബ്രാർ ഹസനാണ്. അദ്ദേഹം ഫുട്ബോൾ മെഡിസിനിൽ ഡിപ്ലോമ എടുത്ത് മലബാറിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിനിലെ MD കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ്. കോഴിക്കോട് ബഡീസ് ഹോസ്പിറ്റലും കോട്ടക്കൽ കിബ്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ഡോക്ടർ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാസ്തവത്തിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ സ്പോർട്സ് മെഡിസിൻ പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാക്കായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ തലയിൽ വരുന്നത് ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി ഇങ്ങനെയുള്ള കളികളും മെഡിസിൻ ഒരു ചികിത്സാ വിഭാഗവുമാണ്. വാസ്തവത്തിൽ എന്താണ് ഈ സ്പോർട്സ് മെഡിസിൻ എന്ന കൺസെപ്റ്റ്? അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ ഒരു സ്പോർട്സ് മെഡിസിൻ എന്നുള്ള ഒരു കോഴ്സ് അതല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി മറ്റുള്ള കൺട്രികൾ, എസ്പെഷ്യലി നമ്മളെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 50 to 60 years ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് 2010-11 കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പഠിച്ച ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് സ്പോർട്സ് മെഡിസിൻ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ PG കഴിഞ്ഞത്. ഏകദേശം ഇപ്പോൾ ഇന്ത്യയിൽ നീറ്റ് PG എക്സാം എഴുതിയിട്ട് 12ഓളം സീറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ടോട്ടലി ഉള്ളത്. ഈ കോഴ്സ് 12 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റേറ്റിലൊന്നും ഇതില്ല. തമിഴ്നാട്, ഡൽഹി, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകൾ മാത്രമാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്, ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത്. ഈ കോഴ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യ സ്പോർട്സിൽ വളരണം എന്ന ഉദ്ദേശത്തോടു കൂടിയും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഒളിമ്പിക്സ് മെഡൽസ് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ പ്രൈമറി റീസൺ. അതുകൂടാതെ ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് ഇന്ത്യയിലുണ്ടെന്നുള്ള പഠനങ്ങൾ പറയുന്നത്. അത് ഡോക്ടർമാരും, അതായത് ഓർത്തോപീഡീഷ്യൻസ് ആയിക്കോട്ടെ, ന്യൂറോ സർജൻസ് ആയിക്കോട്ടെ, ന്യൂറോ സർജറിക്കാരായിക്കോട്ടെ, അവരും ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുക, അതിലൂടെ കൂടുതൽ റീഹാബിലിറ്റേഷൻസിലോട്ട് വരിക, മിനിമൽ മെഡിസിൻ കൊടുത്തിട്ട് മാക്സിമം റീഹാബിലിറ്റേഷനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ കോഴ്സിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ കോഴിക്കോടും കോട്ടക്കലും 2 സ്ഥാപനങ്ങൾ, ഇവിടെ വരുന്ന രോഗികൾ സ്പോർട്സ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ആളുകളാണോ, അതോ സാധാരണ ഓർത്തോയിൽ ഇപ്പോൾ കാൽമുട്ട് വേദന, ഊരവേദന, പെരടി വേദന ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ടല്ലോ, ഇത്തരം രോഗികളാണോ അതോ കൂടുതലും സ്പോർട്സ് ഇഞ്ചുറിയാണോ വരാറുള്ളത്, ചെറുപ്പക്കാരാണോ വരാറുള്ളത്? കൂടുതലും വരാറുള്ളത് ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ സാധാരണക്കാരാണ്. മുട്ടുവേദന, ഊരവേദന, സ്ഥിരമായിട്ടുള്ള ഊരവേദന, അല്ലെങ്കിൽ കഴുത്ത് വേദന, അങ്ങനത്തെ രോഗികളാണ് കൂടുതലായിട്ട് വരില്ല. ഏകദേശം 80% രോഗികൾ വരുന്നത് ഇതുപോലുള്ള വേദനകൾ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ്. 20% മാത്രമാണ് സ്പോർട്സ് ഇഞ്ചുറീസ് ആയിട്ട് വരുന്നത്. അതായത് സാധാരണക്കാർക്ക് ആവശ്യമുള്ളതാണ് എന്നാണ് മനസ്സിലാവുന്നത്. അതെ 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 ഈ പദം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സ്പോർട്സ് അത്ലറ്റ്സ് മാത്രം ആണോ എന്ന് തോന്നിപ്പോകും. ആക്ച്വലി ഈ കോഴ്സിൻ്റെ പേര് ശരിക്കും സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ എന്നാണ്. അതായത് എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. ഈ സ്പോർട്സ് സംബന്ധമായുള്ള പരിക്കുകൾ മറ്റു പരിക്കുകളെ അപേക്ഷിച്ച് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പിന്നെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെ, തിരിച്ചറിയാൻ ഏകദേശം ഇഞ്ചുറിയൊക്കെ, മെക്കാനിസം ഓഫ് ഇഞ്ചുറിയൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കാം. ഓരോ ലൊക്കേഷൻസ് മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരനൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ വേദന മാറിയിട്ട് അയാളെ വർക്കിലോട്ട് തിരിച്ചു പോയാൽ മതി. പക്ഷേ സ്പോർട്സിൽ അങ്ങനെയല്ല.
അയാൾക്ക് ആ ഇഞ്ചുറി വന്ന് തിരിച്ച് കളിയിലോട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റി അല്ല, അഗ്രസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകണം. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് റിട്ടേൺ ടു സ്പോട്ട് ഫിസിക്കൽ ടെസ്റ്റ് ചെയ്ത് അത് പാസ്സായാൽ മാത്രമേ തിരിച്ച് കളിയിലോട്ട് കറക്റ്റിൽ പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ റീ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വീണ്ടും കൂടുതലായിരിക്കും. ഇപ്പോൾ സ്പോർട്സ് മേഖലയിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സ തേടിയാൽ ഇതുമായി ബന്ധപ്പെട്ട നൂതന ചികിത്സാ സൗകര്യങ്ങളും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം കൊണ്ട് മറ്റ് ഇഞ്ചുറിയേക്കാൾ പെട്ടെന്ന് ചികിത്സ കിട്ടി ഭേദപ്പെടുകയും തുടർന്ന് ഇവർക്ക് പഴയ സ്പോർട്സ് ഫീൽഡിലേക്ക് തിരിച്ചു പോകാമെന്നാണ് താങ്കൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ നാട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു കാര്യം, നമ്മളെ നാട്ടിൽ കുറേ ടർഫുകളുണ്ട്, കുറേ പാടത്തും പറമ്പിലും കളിക്കുന്ന പയ്യന്മാരുണ്ട്. എല്ലാവർക്കും കളി എന്നുള്ളത് പലരും ജീവനെ പോലെ കൊണ്ടുകൊടുക്കുന്നത്, എസ്പെഷ്യലി ഫുട്ബോൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു പ്രശ്നം, നമ്മുടെ അടുത്തോട്ട് അത്ലറ്റ്സ് വരുന്ന പലപ്പോഴും മറ്റന്നാളൊരു മാച്ച് ഉണ്ട്, എനിക്ക് പെട്ടെന്ന് തിരിച്ച് കളിയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ അവർക്ക് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റ് രീതികളും റിട്ടേൺ സ്പോർട്ട് ആക്ടിവിറ്റി ടെസ്റ്റുകളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അതല്ല, ചില ആൾക്കാരുണ്ട് സയൻറ്റിഫിക്കലി കണ്ടിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലെങ്കിൽ നാഷണൽ പ്ലേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയില്ലാത്ത സമയത്ത് അവർ നമ്മളടുത്തോട്ട് വരും. അവരെ ഇഞ്ചുറീസൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് അതിലോട്ട് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഏത് ടൈപ്പുള്ള ആൾ വന്നു കഴിഞ്ഞാലും അവർക്ക് എന്താണോ വേണ്ടത്, അവർ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് അവരെ തിരിച്ച് കളിയിലോട്ട് കൊണ്ടുവരാന്നുള്ളതും ഒരു സ്പോർട്സ് മെഡിസിൻ ഫിസിഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് സൂക്ഷിക്കുകയാണ് എന്നൊരു ഒരു വാചകമുണ്ടല്ലോ, എപ്പോഴും പറയുന്നതാണ് നമ്മൾ. അപ്പോൾ വാസ്തവത്തിൽ സ്പോർട്സിൽ ഈ കായിക രംഗത്തേക്ക് ഇറങ്ങുന്ന വ്യക്തികൾക്ക് ഇത് പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങളോ സൂക്ഷ്മതകളൊക്കെ വേണ്ടി എന്തെങ്കിലും ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ? ഇന്നെ പോയി കഴിഞ്ഞാൽ, അതായത് ഇഞ്ചുറി പരമാവധി എങ്ങനെയാലും വരും ചിലപ്പോൾ, എങ്കിലും പരമാവധി കളിക്കിടയിൽ വരാവുന്ന ഇഞ്ചുറികൾ നിങ്ങളുടെ ഈ കാലത്ത് എക്സ്പീരിയൻസിനിടയിൽ കൂടുതൽ കണ്ടുവരുന്ന ചില കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ഇന്ന മാതിരിയൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കാം ഒരു പരിധിവരെ എന്ന് ആ തരത്തിൽ സ്പോർട്സ് മേഖലയിൽ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് നിർദ്ദേശങ്ങളായി വല്ലതും നൽകാനുണ്ട്? അതിൽ നിർദ്ദേശങ്ങൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് നമുക്കൊരു ഫിസിക്കൽ അസസ്മെൻറ്റ് നടത്താവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ഫുട്ബോൾ ക്യാമ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ വന്നിട്ടുണ്ട്, അക്കാദമീസൊക്കെ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ റാൻഡമായിട്ട് അത്ലറ്റ്സിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുക, നേരെ ക്യാമ്പ് തുടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഒരാളൊരു സ്പോർട്ടിലോട്ട് വരുന്ന മുന്നേ അവരൊരു പ്രീ ഫിസിക്കൽ അസസ്മെൻറ്റ് നടത്തിയിട്ട് അവരെ ബാക്കിയുള്ള ബ്ലഡ് പാരാമീറ്റേഴ്സും എല്ലാം നോക്കിയിട്ട് അവരൊരു മിനിമൽ ഫിറ്റ്നസ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള അക്കാഡമീസിൽ പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളടുത്തോട്ട് വന്ന് അങ്ങനെ അസസ്മെൻറ്റ് നടത്തിയതിൻ്റെ ശേഷം ഒന്നുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല, നമ്മളവിടെ കണ്ടുവരുന്ന ഒരു പ്രശ്നം അങ്ങനെ തന്നെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2 days ബാക്ക് ഒരു പയ്യൻ എന്നെ വിളിക്കുകയാണ്, ഒരു വോളിബോൾ പ്ലെയറാണ്, നാഷണൽ ലെവലിൽ കളിക്കുന്ന വോളിബോൾ പ്ലെയറാണ്. അപ്പോൾ ഒരു ടൂർണമെൻറ്റ് കളിക്കുകയാണ്. നമ്മളവിടുത്തെ ടൂർണമെൻറ്റ്, വോളിബോൾ ടൂർണമെൻറ്റ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ ടൂർണമെൻറ്റിലൊക്കെ ഒരു ഡേ നൈറ്റ് ഫുള്ളായിട്ട് മാച്ചസാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം തന്നെ 5 6 അല്ലെങ്കിൽ 10 അതിൽ കൂടുതലോ സമയം കളിക്കുക എന്നുള്ളത്, മണിക്കൂറുകൾ കളിക്കുക എന്നുള്ളത്, അത് ഉറക്കമൊഴിച്ച് കളിക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള വോളിബോൾ പോലുള്ള ടൂർണമെൻറ്റ് നടക്കുന്നത്. ഫുട്ബോൾ ടൂർണമെൻറ്റ് പലപ്പോഴും ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. എന്നാലും നമ്മൾ ഒന്ന് പോകുന്ന മുന്നേ അവർ കളിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ അന്നത്തെ ക്ലൈമറ്റ്, അവരുപയോഗിക്കുന്ന ഷൂ, അവർ ഏത് ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്, ടർഫാണോ അതല്ലെങ്കിൽ സാധാരണ മഡ് ഗ്രൗണ്ടാണോ, അതൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സാധാരണ കുട്ടികളിലും യുവാക്കളിലുമൊക്കെ ഈ സ്പോർട്സ് മേഖലയിൽ കളിക്കുന്നവരിൽ കണ്ടുവരാറുള്ള ഇഞ്ചുറീസ് കൂടുതലും എന്തായിരിക്കും? കൂടുതലും കാണാറ് ഫുട്ബോൾ പ്ലേയേഴ്സിലാണെങ്കിൽ നമ്മൾ ആങ്കിൾ ഇഞ്ചുറി അല്ലെങ്കിൽ മുട്ടിന് ഇഞ്ചുറി. മുട്ടിൽ കൂടുതലും ചെറിയ ചെറിയ സ്പ്രെയിൻസ് ആയിട്ടാണ് വരാറുള്ളത്. ACL ഇഞ്ചുറി, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് കാണാറുണ്ട്, മെനിസ്കൽ ഇഞ്ചുറി കാണാറുണ്ട്, ആങ്കിൾ ട്വിസ്റ്റിങ് കാണാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്. പല ഇഞ്ചുറീസും പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് പലരും ചികിത്സിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്തോട്ട് വരാറ്. അത് ചിലപ്പോൾ പല സാഹചര്യത്തിൽ അത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആവാറില്ല. മാത്രമല്ല, അവർ കംപ്ലീറ്റ്ലി റെസ്റ്റിലോട്ടും പോകും. ഇപ്പോൾ മിനിമൽ ഇഞ്ചുറിക്ക് ആണെങ്കിൽ എവിടെയും റെസ്റ്റ് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ആങ്കിളിലൊക്കെ ചെറുതായിട്ടൊരു നമ്മൾ കാല് ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനനുസരിച്ച് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് അവരെ കളിയോട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. സ്കൂൾ 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ +1 +2 റേഞ്ചിലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് എത്രമാത്രം ഇഞ്ചുറീസ് വരാറുണ്ട് സാധാരണഗതിയിൽ? ഭയങ്കര കൂടുതലാണ് ഇഞ്ചുറീസ്. ഏജ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അഡോളസെൻ്റ് ഏജ്, ഏകദേശം 13 വയസ്സ് മുതൽ 18 വയസ്സുള്ള അത്ലറ്റ്സിന്
ഇഞ്ചുറീസ് കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അവരെ ബോൺ ഗ്രോത്തും എല്ലാത്തിലും ഗ്രോത്ത് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൂടുതൽ ഇഞ്ചുറീസ്, ഓവർ ഗ്രോത്ത് ഇഞ്ചുറീസ് കൂടുതലായിട്ട് വരും. അതുപോലെ അപ്പോഫൈസൈറ്റിസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിൽ ടെൻഡൻസ് ഒക്കെ വന്നിട്ട് പിന്നെ ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന ഏരിയയിൽ അവിടെ നിന്നൊക്കെ നല്ലോണം ഈ ട്രാക്ഷൻ അപ്പോഫൈസൈറ്റിസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഇഞ്ചുറീസ് വരുന്ന സമയത്ത് അത് അവർ മൈൻഡാക്കാതെ വീണ്ടും വീണ്ടും കളിക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള റീഹാബ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ, അത് പിന്നെ അവരെ കരിയറിലൊരു പെർഫോമൻസ് കുറക്കുക. അതല്ലെങ്കിൽ ഓവർ ഇഞ്ചുറിയും അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറീസിന് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഏജിലുള്ള അത്ലറ്റ്സ് അവർ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു ഡോക്ടറുമായി മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഓരോ സംസാരത്തിനിടയ്ക്ക് വന്നൊരു കാര്യം വെച്ചാൽ, പൊതുവെ ഈ കാലത്ത് ജനങ്ങളിലൊക്കെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വല്ലാതെ ഉണ്ട്. ഒന്നാമത് സൺലൈറ്റിൽ നിന്നാണ്, സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ D3 കിട്ടുന്നത്. നല്ലൊരു ശതമാനം ആളുകളും എന്നിട്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ D3 കുറവും, കാൽസ്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, അത് മുഖേന എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ ബലക്ഷയം, ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ കാര്യങ്ങളൊക്കെ ധാരാളമായി വരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയ്ക്ക് വന്നു. ഈ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയും ഈ സ്പോർട്സ് മെഡിസിനും അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട് വല്ല നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നൽകാനുണ്ടോ? സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മൾ ഏത് പേഷ്യൻസിന്, എനിക്ക് തോന്നുന്നു ഞാനൊരു 100 പേഷ്യൻറ്റിന് വൈറ്റമിൻ D3 ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 90 പേഷ്യൻസിന് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട്. ഈവൻ കളിക്കുന്ന പ്ലേയേഴ്സിന് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ഥിരമായിട്ട് വെയിലത്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് വരെ വൈറ്റമിൻ D3 കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വൈറ്റമിൻ D3 മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു അത്ലറ്റ് ആയിക്കോട്ടെ, ഒരു കോമൺ മാൻ ആയിക്കോട്ടെ, വൈറ്റമിൻ D3, മെഗ്നീഷ്യം, സിങ്ക്, അതുപോലുള്ള എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഭയങ്കര കോമൺ ആണ്. എസ്പെഷ്യലി ഫീമെയിൽസിലേക്കാണെങ്കിൽ ഫീമെയിൽ അത്ലറ്റിക് ട്രയാഡ് എന്ന് പറയും. ഈ അഡോളസൻ്റ് ഏജാണ് സമയത്ത് 13 to 18 വയസ്സുള്ള നമ്മൾ ഫീമെയിൽ അത്ലറ്റ്സ്, അതുപോലെ അവർ കൂടുതലും നമ്മൾ കാണാറെന്താണെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് കൂടുമെന്ന് പേടിച്ചിട്ട് വല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നല്ലോണം ഉണ്ടാവും. പിന്നെ മെൻസ്ട്രൽ സിംറ്റംസും നല്ലോണം ഉണ്ടാവും. അതിനെ കൂടെ തന്നെ അവർ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഓവറായിട്ട് ട്രെയിൻ ചെയ്യും. അവർക്ക് അയൺ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി മാത്രമല്ല സത്യത്തിൽ വരുന്നത്, ഈ ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാവും. ഇത് കമ്പൈൻഡ് ആയിട്ടും വരിക. അപ്പോൾ ഒരു വൈറ്റമിൻ ഡിയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ, അതല്ലെങ്കിൽ ഒരു അയണിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് അത്ലറ്റ്സിനും അതുപോലെ തന്നെ ഇവരെ ഹെൽത്തിലും ഉണ്ടാവും. അത് അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീനെ മാത്രമല്ല, അവരെ മെൻ്റൽ ആക്ടിവിറ്റീനെ, അതുപോലെ അവരെ എഡ്യൂക്കേഷനും എല്ലാത്തിനും ബാധിക്കുന്നതാണ്. പൊതുവെ ഒരു ഫിറ്റ്നസിൻ്റെ ഒരു ട്രെൻഡ് പലപ്പോഴും നമുക്കറിയാം. അതിരാവിലെ ജിംനാസ്റ്റിക് സെൻ്ററുകളൊക്കെ ഫുള്ളാണ്. അതെ. അതുപോലെ റോഡുകളിലൊക്കെ നടത്തക്കാരും കാര്യങ്ങളും. ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താണ് ഈ പീസ് റേഡിയോ ശ്രോതാക്കളോട് പറയുന്നത്? അനിയന്ത്രിതമായ വ്യായാമം, എന്തിനും ഒരു പരിധി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആവശ്യത്തിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിധി നിർണ്ണയിക്കുക? വ്യായാമത്തിൽ നിർദ്ദേശിക്കാനുള്ള എന്താ? ഭയങ്കരമായിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണത്. ഞങ്ങൾക്ക് തോന്നുന്നു നമ്മളെ ഈ ഡിസ്കഷനിലൊന്ന് ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. സത്യത്തിൽ ഇതിന് കുറേ വശങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ എത്ര സമയം എക്സസൈസ് ചെയ്യണം എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ ഏജും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷനും വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഒരാൾ എയറോബിക് ആക്ടിവിറ്റി, നടത്തം പോലുള്ള, അല്ലെങ്കിൽ നമ്മൾ കാർഡിയോ എന്ന് പറയുന്ന എക്സസൈസ് ഒരാൾ മിനിമം വീക്കിലി 150 മിനിറ്റ് പെർ വീക്ക് മതി. ഒരു 150 മിനിറ്റ് മതി പെർ വീക്ക്. അത്രയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു കോമൺ മാൻ അദ്ദേഹത്തിൻ്റെ ഡെയിലി ഡിവൈഡ് ചെയ്ത് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം ഒരു 20 to 30 മിനിറ്റ്സ് അത്രയാണ് കാർഡിയാക് ആക്ടിവിറ്റി പറയുന്നുള്ളൂ. പിന്നെ ഒരു 30 പിന്നെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽസ് കുറഞ്ഞ് സാർക്കോപ്പീനിയ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ വീക്കിലി ഒരു 3 to 4 ഡേയ്സ് സ്ട്രെങ്തനിങ്, മൈൽഡായിട്ടുള്ള മസിൽ ആക്ടിവിറ്റി, വെയിറ്റ് എടുത്തിട്ട് ട്രെയിൻ ചെയ്യാന്ന് പറയുക, റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത്, മസിൽസിന് ബലം കൊടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂട്രീഷൻ എന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒരു ഭക്ഷണത്തിൽ മെയിൻലി നമ്മൾ പിന്നെ സൗത്ത് ഇന്ത്യൻസ്, ആന്ധ്ര, തമിഴ്നാട്, കേരള പോലുള്ള ആൾക്കാർ നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലും അരിയാഹാരങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ അരിയാഹാരം ആവശ്യത്തിന് വേണം. അതുകൂടാതെ തന്നെ പ്രോട്ടീൻസും നമുക്ക് വേണം. അപ്പോൾ അയാൾ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ, ഇപ്പോൾ ഒരു ആവറേജ് 70 കിലോഗ്രാം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 0.8 to 1.2 ഗ്രാം പെർ കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 കിലോ ഉള്ള ആൾ 65 ഗ്രാം മുതൽ ഒരു 75 ഗ്രാം വരെ പ്രോട്ടീൻ ഡെയിലി റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇങ്ങനെ ഈ പ്രോട്ടീൻ പൗഡറിനേക്കാളും നല്ലത് കോമൺ മാൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്ന
മത്സ്യത്തിൽ നിന്നും അതുപോലെ തന്നെ മാംസത്തിൽ നിന്നും മതി എന്നാണ് ഞാൻ പറയാറ്. ഒരിക്കലും നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ള കഴിക്കലായിരിക്കും അതായത് പ്രോട്ടീൻ പൗഡറും മറ്റും ആ കൃത്രിമമായി കഴിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പല അഭിപ്രായങ്ങളും അതിനുണ്ട്. അതിൽ തന്നെ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറുകൾ പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. വേ പ്രോട്ടീൻസ് ഉണ്ട്, വേ ഇല്ലാത്ത പ്രോട്ടീൻസ് ഉണ്ട്, ഐസൊലേറ്റ് പ്രോട്ടീൻസ് ഉണ്ട്, പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. ഇതിൽ വരുന്നൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററുകൾ പലതും ബോഡി ബിൽഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ഒരു കൺട്രോളും ഇല്ലാത്ത രീതിക്കുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻസും സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസും നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളെന്നുള്ള രീതിക്ക് നമ്മുടെ അടുത്തോട്ട് പല പേഷ്യൻസ് വരും. എനിക്ക് ഒരു 3 months കഴിഞ്ഞാൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനാണ്, ഞാൻ എത്രത്തോളം കഴിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഈ സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ എടുക്കുന്നുള്ളത്. ഒരു അൺഎത്തിക്കലായിട്ട് ഒരു പിന്നെ ലീഗലൈസ്ഡ് മെഡിസിൻ പ്രാക്ടീസിനടുത്ത് പോവാതെ അനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എടുക്കുക, അതുപോലെ തന്നെ ഒമേഗ 3, സിങ്ക്, മെഗ്നീഷ്യം പോലുള്ളത് ഓവർ ഡോസ് എടുക്കുക, അതുപോലെ തന്നെ സ്റ്റിറോയിഡ് പോലുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുക, പ്രോട്ടീൻസ് കൂടുതൽ ഉപയോഗിക്കുക. ഇത് കാരണം അവരെ ഹെൽത്ത് അല്ല കൂടുന്നത്, അവർക്ക് രോഗങ്ങൾ കൂടാം, അവരെ കിഡ്നിക്ക് പ്രശ്നം വരാം, ലിവറിന് പ്രശ്നം വരാം, പല പ്രശ്നങ്ങളും വരാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസുകൾ പലതും കാണാറുണ്ട്. സ്റ്റിറോയിഡ്സ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 weeks ബാക്കിൻ്റെ അടുത്തുനിന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, BP കുറയുന്നേ ഇല്ല. അദ്ദേഹം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് സ്റ്റിറോയിഡ് റെഗുലറായിട്ട് എടുത്തത്. അതുപോലത്തെ പ്രോട്ടീൻ കഴിച്ചിട്ട് കിഡ്നിയിൽ അവരെ കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനൊക്കെ ഓൾട്ടറായിട്ട് പല പേഷ്യൻസും വരുന്നുണ്ട്. അത് ഒരു ബിഗ് സ്കാമാണ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആരും അതിനെ എതിർക്കുന്നില്ല. ഒരു ജിം ട്രെയിനറോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ബോഡി ബിൽഡിംഗ് കോച്ചോ കൊടുക്കേണ്ടതല്ല സപ്ലിമെൻറ്റേഷൻസ്. അതിനൊന്നുള്ള സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ സ്പോർട്സ് മെഡിസിൻ ഡോക്ടറോ കൊടുക്കേണ്ടതാണ്. അണ്ടർ ഗൈഡൻസ് ആണ് പോകേണ്ടത്. ഇത് ഇവിടെ നടക്കുന്ന അങ്ങനെ ഒന്നുമല്ല. പല ജിമ്മുകളിലും നിങ്ങൾ ചില കോണികളുടെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സിറിഞ്ചസ് കാണാൻ പറ്റും. ഭയങ്കര പരിതാപകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ള രീതിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഇഞ്ചുറീസും വരാറുണ്ട്. ഇപ്പം ഞാനൊരു പേപ്പറെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ബോഡി ബിൽഡേഴ്സിൽ നമ്മളെ ചെസ്റ്റിലുള്ള പെക്ടോറൽസ് മേജർ എന്നുള്ള മസിലുണ്ട്, അത് കട്ടായിട്ട് വരുന്ന പേഷ്യൻസ്. ഈ കട്ടായിട്ട് വന്ന എല്ലാ പേഷ്യൻസും ഇതേപോലെ സ്റ്റിറോയിഡ് യൂസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് എടുത്തതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് ഗവൺമെൻറ് കൺട്രോളിലോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള പല കോമ്പറ്റീഷൻസും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കോമ്പറ്റീഷൻ നടത്താറുണ്ട്, ഓൾ കേരള മലപ്പുറം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കോമ്പറ്റീഷൻ എല്ലാ സ്റ്റേറ്റുകളും നടത്താറുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് മണിയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇതിൻ്റെ പ്രൈസ് മണി ഭയങ്കര ലോ ആയിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ ട്രോഫി ആയിരിക്കും, ചിലപ്പോൾ 10,000 rupees ആയിരിക്കും. ഇതൊരു ഒളിമ്പിക്സിലോ അങ്ങനെ ഒന്നും വന്ന കോമ്പറ്റീഷൻ അല്ലല്ലോ അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്തുകൊണ്ട് ഹെൽത്ത് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗത്തിൽ നിന്ന് ആരും വരുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനാരും തടയുന്നില്ല, ഇതിനാരും നോക്കുന്നില്ല. ഇതൊരിക്കലും ഇവർ വാങ്ങുന്ന പല സപ്ലിമെൻറ്റേഷനും ഞാൻ നോക്കിയിട്ട് ഇതാരും ഫാർമസീസ് ഒന്നുമല്ല പർച്ചേസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ കമ്മീഷൻ ബേസിൽ പല കോച്ചുമാരും പല ഓൺലൈൻ പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. ഇതൊക്കെ സർട്ടിഫൈഡ് ആണെന്ന് പോലും അറിയില്ല. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു തട്ടിപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ആരോഗ്യ പ്രശ്നമാണ് നേരിടുന്നത്. ആരോഗ്യം കൂട്ടാമെന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് വളരെ ഒരു വെറൈറ്റി തന്നെ പുതിയ ഈ സ്പോർട്സ് മെഡിസിനെ കുറിച്ച് വളരെ വിശദമായി തന്ന നിർദ്ദേശങ്ങൾ വളരെയധികം നന്ദി അറിയിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു. വലൈക്കും അസ്സലാം.